ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നിത്തിരി ഈത്തപ്പഴ ലേഹ്യം ഉണ്ടാക്കി നോക്കിയാലോ? ഒരുപാട് വെള്ളം വേണ്ടാത്തതിനാൽ നമ്മൾ ആദ്യം കുറച്ച് തേങ്ങാപ്പാലിൽ വേവിക്കാമെന്ന് വിചാരിച്ചതാ. ചെറുള്ളി ഇട്ടു, പിന്നെ ഇതാ കുറച്ച് ഈത്തപ്പഴം ഇട്ടു. നമ്മൾ അടച്ച് കുക്കറിൽ 3-4 വിസിൽ വരാൻ വേണ്ടി വിസിൽ കേൾപ്പിക്കുക. 3-4 വിസിൽ കേൾപ്പിക്കുക. അങ്ങനെ നമ്മൾ ഈത്തപ്പഴം വിസിൽ കേട്ടു. ആദ്യം തന്നെ നമ്മളൊരു ബൗള് നെയ്യൊഴിച്ചു. അത് കഴിഞ്ഞ് നമ്മളെ ഉള്ളിയും ഈത്തപ്പഴവും കൂടെ ആവി വിസിൽ കേട്ടത് നമ്മളെ ചട്ടിയിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ബാക്കി വന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈത്തപ്പഴം വരുന്ന ഇതിനകത്ത് നമ്മൾ ഒരു ബൗൾ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഒരു ബൗള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളെ ഈത്തപ്പഴം റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഒരു ബൗള് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഒരു ബൗള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 250-300 ഗ്രാം നെയ്യും 1.5 കിലോ വെളിച്ചെണ്ണയ്ക്കും ചേർത്ത് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചതിട്ട് കൊടുക്കുക. മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ബൗള് കൂവപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കുക. പൊടി വാരി ഇട്ടാൽ കട്ട പിടിക്കുന്ന കാരണത്താൽ നല്ല നാടൻ പശുവിൻ നെയ്യാണ്. മരുന്ന് കുറുകി വരുന്നിടത്തോളം പശുവിൻ നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കും. അങ്ങനെ നമ്മളെ ഈത്തപ്പഴ ലേഹ്യം റെഡി. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. 1.5 കിലോ ഈത്തപ്പഴവും 1.5 കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിടുന്നത്. കുറച്ച് അണ്ടിപ്പരിപ്പും 100 ഗ്രാം അണ്ടിപ്പരിപ്പും 100 ഗ്രാം ബദാം പരിപ്പും പൊടിച്ചിട്ട് കുറച്ച് പൂപ്പൊടിയും ചേർത്ത് തേങ്ങാപ്പാലാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കി.